കർത്താവിലേറെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സമാധാനം. ഒരുപാട് ദിവസങ്ങളായില്ലേ ഞാൻ ഓഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രഗ്നൻസിയുമായിട്ട് സംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റാതെ വന്നത്. എല്ലാവരും ക്ഷമിക്കുക. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആ സമയത്ത് എനിക്കുണ്ടായ ഒരു ദൈവിക അനുഭവം, അത് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ മഹത്വപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂലൈ 10-നാണ് എൻ്റെ ഡെലിവറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയുടെയും പരിശുദ്ധാമ്മയുടെയും സഹായമല്ലാതെ മാനസികപരമായിട്ടുള്ളൊരു സഹായം ആ സമയത്തും ഉണ്ടാവാതിരിക്കണമേ എന്ന്. കാരണം ഞാൻ എന്നാണോ ദൈവം എനിക്ക് ഇങ്ങനൊരു ഡെലിവറി ടൈം തന്നിരിക്കുന്നത്, ആ ഒരു സമയം വരെ എനിക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാനായിട്ട് കർത്താവിനെ അനുവദിക്കണം. അപ്പോൾ ആരും ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 8 മാസം പകുതി വരെ എനിക്ക് ആരുടെയും സഹായം വേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് എനിക്ക് ഒരുപാട് സഹനങ്ങളുണ്ടായി, പ്രലോഭനങ്ങൾ ഒത്തിരി ഉണ്ടായി, മാനസികവും ശാരീരികവുമായുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി. ഈ സമയത്ത് നമുക്കിതുണ്ടാവാൻ കാരണം എനിക്ക് തോന്നുന്നു പലർക്കും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ഗർഭിണിയായൊരു പെൺകുട്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് വേണ്ടത് അവളെയല്ല, അവളുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെയാണ്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞിന് വിശുദ്ധിയിലേക്ക് വളരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്രത്തോളം സാത്താൻ ആ കുട്ടിയെ പ്രലോഭിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കുട്ടിയെ മറ്റേതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതായത് ആരാണോ ആ കുട്ടിയുടെ പേരൻ്റ്, അവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ പ്രഗ്നൻസി സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറഞ്ഞത് പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കാര്യമാണ്. അപ്പോൾ ഒത്തിരി സഹനങ്ങൾ എനിക്ക് ആ സമയത്തുണ്ടായി. അങ്ങനെ ഞാൻ കർത്താവിനോട് പറയുമായിരുന്നു, ഈശോയെ, എനിക്ക് എപ്പോഴാണോ മനുഷ്യൻ്റെ സഹായം വേണ്ടി വരുന്നത് അന്നേരം നീ എനിക്ക് ആ ടൈമിൽ നീ കൊണ്ട് തന്നാൽ മതി. അങ്ങനെ 8-ാം മാസം ഒരു പകുതി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കർത്താവ് അനുഗ്രഹിച്ച് ആ സമയത്ത് എനിക്ക് ആൾ വേണ്ടി വന്നു. അങ്ങനെ 8-ാം മാസം കംപ്ലീറ്റ് പൂർത്തിയായി. 9-ാം മാസം തുടങ്ങാനിരിക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ വാട്ടർ ബ്രേക്കായി. പെട്ടെന്ന് തന്നെ വെള്ളം പോവുകയായിരുന്നു. അങ്ങനെ വാട്ടർ ബ്രേക്കായി വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. ആ സമയത്ത് അവർ PV ഒക്കെ ചെയ്ത് നോക്കി. ആ ടൈമിൽ ഒരു തരത്തിലുള്ള ഡെലിവറി നടക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് ഡെലിവറി ടൈം ആയിട്ടുണ്ടായിരുന്നില്ല, അതുപോലെ പെയിൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയം, പ്രത്യേകിച്ച് ആ സമയത്ത്, അതായത് രാവിലെ വെളുപ്പിന് 2-2:30 മണിക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സെക്ഷൻ ചെയ്യാൻ വരെ ഡോക്ടർമാർക്ക് പേടിയായിരുന്നു. അതായത് കുറച്ച് കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടായി. ഞാൻ വളരെ ചുരുക്കി പറയാൻ കേട്ടോ, വളരെ കോംപ്ലിക്കേഷനായിട്ടുള്ള സെക്ഷൻ ആയിരുന്നു എൻ്റേത്. അപ്പോൾ വളരെ പേടിച്ചാണ് ഡോക്ടർമാർ സിസേറിയനായിട്ട് ഒരുങ്ങിയത്. അവർ പറഞ്ഞു വേഗം തന്നെ സെക്ഷനിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ മുഖത്ത് ഞാൻ സന്തോഷവതിയായിരുന്നു. കാരണം ദൈവത്തെ പ്രതി ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് പെട്ടെന്ന് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാമല്ലോ എന്നൊരു വളരെ ഹാപ്പി. ആ സമയത്ത് എൻ്റെ അടുത്തിരുന്ന നഴ്സുമാരൊക്കെ എന്നോട് ചോദിക്കുകയുണ്ടായി, പേടിയൊന്നും തോന്നുന്നില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടാവും. ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല, ഭയമില്ല. കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കാരണം ഈശോ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മൾ വിശ്വസിച്ച ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു വചനം എങ്ങനെയായിരുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല. വളരെ സന്തോഷത്തിലായി ഞാൻ. ഈ വചനം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അത് ഞാനിങ്ങനെ അതരത്തിലൂടെ ഏറ്റു പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പെട്ടെന്ന് തന്നെ സിസേറിയൻ ആ ഒരു സെക്ഷനിലേക്ക് പോയി. ഏകദേശം ഉച്ചയ്ക്ക് 12:20 ആയപ്പോഴത്തേക്കിനും ഒരാൺകുഞ്ഞിനെ ദൈവം തന്നു. കർത്താവിന് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നീട് എൻ്റെ ബോധം പോയി കേട്ടോ. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ബോധം തെളിഞ്ഞത്. ആ ഒരു ടൈം വരെ, അതായത് എനിക്ക് ഈ ഒരു സിസേറിയൻ ചെയ്യുന്ന സമയം വരെ ശരിക്കും ഡോക്ടർമാരും പുറത്ത് നിൽക്കുന്നവരും വളരെയധികം പേടിച്ചു എന്നുള്ളതാണ്. പേടിക്കാത്ത ഒരാളെ ഞാൻ മാത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള സിസേറിയൻ ആയതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് പ്രൊസീജിയേഴ്സൊക്കെ എഴുതിയെടുക്കുകയുണ്ടായി. പിന്നെ അമ്മയ്ക്ക്, അതായത് കുട്ടിയുടെ അമ്മയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം എന്ന് വരെ അവർ പറയുകയുണ്ടായി. അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു
സിസേറിലേക്ക് പോയത്. പക്ഷേ അവിടെ ഉണ്ടാക്കാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ കാത്തുപരിപാലിച്ചു. ഇതെൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. നമ്മൾ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, അത് അത്രമാത്രം വിശ്വാസത്തോടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമ്മളെ സംരക്ഷിക്കാൻ ദൈവമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സഹനങ്ങളുണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോയാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്കൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് മുന്നെയാണ് കർത്താവ് നടക്കുന്നത്, നമ്മൾ ദൈവത്തിന് പുറകെ നടക്കുക. നിങ്ങളത് ശ്രദ്ധിക്കുക. എനിക്ക് മുന്നേ ദൈവം നടക്കുവാണോ, അതോ ഞാനാണോ ദൈവത്തിന് മുന്നേ നടക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തെ പുറകിലാണോ നിർത്തിയിരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തോറ്റുപോകും. അതേസമയം കർത്താവിനെ മുന്നിൽ നിർത്തി നമ്മൾ പുറകിൽ നിൽക്കുക. നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യണം, അല്ലേ? നമുക്ക് വേണ്ടിയാണ് ദൈവം തമ്മിൽ യുദ്ധം ചെയ്യേണ്ടത്. നമ്മൾ വിജയത്തിലേക്ക് എത്താൻ വേണ്ടി ദൈവം യുദ്ധം ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഏത് സഹനത്തിൽ നിന്ന് നിങ്ങൾ തീച്ചൂളയിൽ നിങ്ങൾ നിന്നാൽ പോലും നമുക്ക് നമ്മൾ രക്ഷിക്കാനായിട്ട് ഇറങ്ങി വരുന്ന നമ്മുടെ വചനഭാഗത്ത് നമുക്ക് കാണാം 3 യുവാക്കന്മാരെ തീക്കനലിലേക്ക് ഇറക്കി നിർത്തുന്ന ആ സമയത്ത് അവരുടെ വിശ്വാസം അവർ പ്രഖ്യാപിക്കുകയാണ്. അവരെ വിശ്വാസം കണ്ടിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുക. ആ ഒരു ടൈമിൽ, അതായത് നമുക്കുണ്ടാകുന്ന ആ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. അത് സഹനത്തെ നമ്മളൊരു അനുഗ്രഹമാക്കി അവിടെ മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. അവിടെ നമുക്ക് ഉറപ്പാണ് വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെൻ്റെ ഒരു അനുഭവമാണ്. കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ ഇതൊക്കെ സ്വാഭാവികമാണല്ലോ എന്ന് ചിന്തിക്കാം. പക്ഷേ അവിടെ നിന്ന് ദൈവം അകറ്റിയത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു, വലിയൊരു പ്രതിസന്ധി. പക്ഷേ അവിടെ നമ്മളെ രക്ഷിച്ചത് എന്താണെന്നറിയാമോ? ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്നു. കർത്താവിൻ്റെ വചനമാണ്. നമ്മൾ അവിടത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മോടും ചേർന്ന് നിൽക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ കർത്താവിനൊപ്പം നിന്നോ. സഹനം വരുമ്പോൾ നിങ്ങൾ ശാന്തമായിട്ടിരുന്നോ. ഞാനാണ് ദൈവമെന്ന് നിങ്ങൾ അറിയും. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം വിലപ്പെട്ട ഒരു സന്ദേശമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചെറിയൊരു അനുഭവങ്ങളിലൂടെ ആണെങ്കിലും ദൈവം കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും അത് കേൾക്കുന്നവരിലൊരു പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സാക്ഷ്യങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കതിൽ താല്പര്യമുള്ളവർക്ക് പ്രാർത്ഥനയിലും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങളുടേതായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വേദനകളുടെ വിഷമങ്ങളൊക്കെ പങ്കുവെച്ച് അതിനുള്ളിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുചേരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.